യെസ്. സോ ചോദ്യം ഇത്ര തന്നെയാണ്. ആർ യു റെഡി ടു ടേക്ക് ക്രോർ ഇൻ ഹാൻഡ്? അല്ലെ, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കോടികൾ കയ്യിലെത്താൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവരുടെ ഒരു ചോദ്യമാണ്. കോടികൾ കയ്യിലെത്താൻ നിങ്ങൾ തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ്? കമാൺ കമാൺ ഫാസ്റ്റ്. എവരിബഡി റെഡി 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 റെഡി. ഒരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അല്ലെ. ഹാപ്പി ന്യൂസിലോട് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ആണ്. കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ട് അല്ലെ. അപ്പൊ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടെന്ന് പറയാം. എന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട്. ഇന്നലത്തെ നമ്മുടെ ക്ലാസ് കുറച്ചും കൂടി ലെങ്ത് ആയിരുന്നു. 1 മണിക്കൂറിലധികം ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഞങ്ങൾ എല്ലാവരും അത്രയും സമയം എല്ലാവരും ഇരുന്നു, അത്രയും സമയം മുഴുവൻ കേട്ടവർ ഉള്ള നല്ല ഹയസ്റ്റ് ആൾക്കാരുമായിരുന്നു ക്ലാസ്സിൽ. ഏറെ സന്തോഷം. കാരണം നിങ്ങൾ അവിടെ എത്ര പേരിയ്ക്കുന്നു അത്രയാണ് നമുക്ക് ഇൻസ്പിറേഷൻ കൂടുക, നമുക്ക് മോട്ടിവേഷൻ കൂടുക. ഇത്രയും ആൾക്കാരിരുന്ന് ഞാൻ ലാസ്റ്റ് വരെ വാച്ച് ചെയ്തു. അതിൽ എന്നെ ഏറെ സന്തോഷപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, യൂട്യൂബിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ വ്യൂസ് 1300 1450 കടന്നിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് രാവിലെ ഇട്ട വീഡിയോ 1 മണിക്കൂർ സംതിങ്, 1 മണിക്കൂർ 13 മിനിറ്റ് ഉള്ള വീഡിയോ മുഴുവൻ ആൾക്കാർ, ഈ 1000 സംതിങ് ആൾക്കാർ മുഴുവൻ ഇന്നൊറ്റ ദിവസം കണ്ടു. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്, ഇവിടുത്തെ ക്ലാസ്സുകൾ യൂട്യൂബിൽ നന്നായിട്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപാട് സഹോദരങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. യൂട്യൂബിൽ നല്ല റെസ്പോൺസ് ആണ് നമ്മുടെ ക്ലാസ്സിന് കിട്ടുന്നത്. അതിൽ ഞാൻ ഏറ്റവും സന്തോഷമാണ്. കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നു, അത് പബ്ലിക്കിന് അത്രയും ഉപയോഗപ്രദമാവുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമാണ്. കാരണം അത്രയും ഒരു ഇതുമില്ലാതെ ഞങ്ങൾ ഓപ്പൺ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന കമന്റുകളും അവിടെയുള്ള വ്യൂസും കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഇവിടെ പറയാനുള്ള എത്രയാണ്, അവർക്കുള്ള സന്തോഷം, നിങ്ങൾക്കോടുള്ള സന്തോഷം കൂടി അവരോടും പറയുന്ന സന്തോഷം ഏറെ. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ. നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിന് ഞാൻ വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് താങ്ക് യു, നന്ദി അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഒരു പേപ്പർ പ്രിപ്പറേഷനോ ഒരു PPT ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എനിക്കതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത്രയും സംസാരത്തിൽ നിങ്ങൾ കേൾക്കാൻ ഇരുന്ന് തരുന്നതിന് ഞാൻ ഏറെ നന്ദി. നിങ്ങൾക്കും സർവേശ്വരനോടും ഒക്കെ നന്ദി പറയുകയാണ്. എല്ലാവരോടുള്ള റിക്വസ്റ്റ് എത്രയാണ്, നിങ്ങൾ ഈ കാണുന്ന നിങ്ങളോടും അവരോടുമുള്ള റിക്വസ്റ്റ് എത്രയാണ്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ കാണുന്ന ഇതിൻ്റെ ഇടയിൽ. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെ രാവിലെ ഇടുന്ന വീഡിയോസ് ഓൺ ദ സ്പോട്ട് കിട്ടുള്ളൂ, പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആവട്ടെ, ആർക്കെങ്കിലും പറ്റുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ട് ഞാൻ ഈ ദൗത്യം തുടർന്നു കൊണ്ടുപോവുകയാണ്. മറ്റൊരു ഹാപ്പിനെസ്സും കൂടി ഇന്നലെ പറഞ്ഞത് ഇന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഒരു 365 ഡേയ്സിൻ്റെ ഒരു ചലഞ്ചിന് ഞാൻ തയ്യാറാവുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാവണം. യൂട്യൂബ് കാണുന്നവർക്കും എല്ലാവരും അതേ സെയിം ചാനലിൽ തന്നെ 365 ഡേയ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്, ചെറിയ ക്ലാസ്സുകളായിരിക്കും. അതിൻ്റെ അവയർനെസ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടാനും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വലിയൊരു സംഭവത്തെ പഠിക്കാനുമുള്ള 365 ഡേയ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വലിയ ക്ലാസ്സുകളല്ല, ചെറിയ കാര്യങ്ങളിലൂടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സ്ലോലിയാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. എന്താ പറയുക, മിനി സ്റ്റെപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ആർ യു റെഡി? എവറിബഡി റെഡി ഫോർ ദിസ്? നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? എൻ്റെ കൂടെ എത്ര പേർ റെഡിയാണ്? അവിടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഇൻസ്പിറേഷൻ, എനിക്ക് പോകാൻ പറ്റും. യെസ്, എവറിബഡി റെഡി. അപ്പോൾ നിങ്ങളെല്ലാം റെഡി ഉള്ളവരെല്ലാം കമൻറ്റ് ചെയ്യുക. ആ ചാനലിന് പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് വാട്സപ്പ് ചാനലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം. ഞാനിപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറുക, എന്നിട്ട് അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുള്ള ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പ് ചാനലിലെ ലിങ്ക്. അതിൽ കയറുക, എന്നിട്ട് അവിടെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള കോടികൾ, സമ്പത്തിൽ മാത്രമല്ല പറഞ്ഞത്, അതായത് പണത്തിൽ മാത്രമല്ല പറഞ്ഞത്, എല്ലാവിധ ആരോഗ്യ സൗഖ്യ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതാവസ്ഥ നേടാനായിട്ട് നമുക്ക് ഇന്നു മുതൽ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാമെന്ന് മാത്രം ഓർമ്മിച്ചു. എവരിബഡി റെഡി ഫോർ ഇറ്റ്, റൈറ്റ്? എല്ലാവരും റെഡിയാണ്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അല്ലേ, ഇത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നലെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ
ഇന്നലെ കുറേ സഹോദരിമാർ, പിന്നെ രണ്ടാമത് 2-3 സഹോദരന്മാരും എന്നോട് ഇന്നലെ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് അതിൻ്റെ ഒരു വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ലിങ്കിൽ കയറി വന്ന്, നമ്മുടെ യൂട്യൂബിൽ കയറി വന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. സാറേ, ഞാൻ ഇങ്ങനെ ആയിട്ടും ഒന്നും മാറ്റം വരുന്നില്ലല്ലോ സാറേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള വളരെ അവർ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഓരോ ആളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് പകരം ഇത്തരം ക്ലാസ്സുകളിലൂടെ എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ്സിനെ ഞാൻ ഇന്ന് രൂപകൽപ്പന ചെയ്തത്. ഇത് പെട്ടെന്ന് ക്വിക്കായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് എങ്ങനെ അവതരിപ്പിക്കണം എന്നതിന് മാത്രമേ വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് പറയാവുന്ന കോൺസെപ്റ്റൊക്കെ നമുക്ക് സിമ്പിളായിട്ട്, നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയാം. അപ്പോൾ എല്ലാവരോടും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്യാപ്ഷൻ എങ്ങനെയാണെന്ന്, കോടികൾ കയ്യിലെത്താൻ സോൾ മോട്ടിവേഷൻ ടെക്നിക് എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ശ്രദ്ധിച്ചോന്നറിയില്ല. സോൾ മോട്ടിവേഷൻ ടെക്നിക്, നിങ്ങൾ എത്ര പേര് ഈ ഒരു കാര്യത്തെ അവെയർ ആയിട്ടുണ്ട് എന്ന് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ആ വേർഡ് നിങ്ങൾക്ക് ചാറ്റിലിടാം. നിങ്ങൾ ഇതുപറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എനിബഡി അവെയർ അബൌട്ട് ദി സോൾ മോട്ടിവേഷൻ? അവെയർ ആയവർ മാത്രം യെസ് ഐ നോ, യെസ് ഐ ഹേർഡ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, പൊതുവെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ അറിയുന്നവർ യെസ് ഐ എം അവെയർ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. കാരണം ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണെന്ന്. പറഞ്ഞു തരിക മാത്രമല്ല, ഇന്ന് ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും കൂടി തന്നിട്ടേ ഇന്ന് പോകുള്ളൂ. ഇന്നലെ ഞാൻ ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് നിമിഷത്തായപ്പോൾ പലർക്കും അത് കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും അത് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലത്തെ ഗിഫ്റ്റ് ലാപ്സായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളൂ. 1-2 ആൾക്കാർക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അവർ പേയ്മെന്റ് അടക്കാത്തതുകൊണ്ട് അവർക്ക് കിട്ടിയില്ലെന്ന് പറയേണ്ടി വരും. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കട്ടെ. എന്നോട് അഡ്മിൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയിക്കുക. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വേറെ രീതിയിലാണ് സൂപ്പറായിട്ടുള്ള ഗിഫ്റ്റ് തരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോക്കൂ, എല്ലാവരും പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടിട്ടേ ഇല്ല ഈ സാധനത്തെ പറ്റിയിട്ടാണ് അല്ലേ. സോ നമുക്ക് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ തുടങ്ങാം അല്ലേ, വളരെ ഡീറ്റെയിൽസ് ആയിട്ട് തുടങ്ങാം. മോട്ടിവേഷൻ ടു സോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. മോട്ടിവേഷൻ ടു സോൾ, ഒരു സാധാരണ സോളിന് മോട്ടിവേഷനോ? എനിബഡി എഗ്രി? യു പീപ്പിൾ ആർ എഗ്രി വിത്ത് ദ സോൾ? നിങ്ങളെല്ലാം സോളിൽ വിശ്വസിക്കുന്നത്. ദർ ഇസ് എ സോൾ ഫോർ അസ്. നമുക്ക് സോളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. എനിക്ക് യെസ് ഐ ബിലീവ് എന്നുള്ള ഐ എന്ന് പറഞ്ഞാൽ മതി. ഐ, നിങ്ങൾ സോളിനെ പറ്റി അറിയുന്നവർക്ക് ഐ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യെസ് ഐ എന്ന് പറഞ്ഞു ഐ. അതായത് സോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരില്ല എന്ന് പറഞ്ഞാലും ഐ എം ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, സയൻസ് വെച്ചിട്ടൊക്കെ നമുക്കത് പറയാൻ പറ്റും. കാരണം പലതും നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ സോൾ എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇതിന് പറയുന്ന പേരാണ് ഗൈഡ് ടു യുവർ ന്യൂ ലൈഫ് എന്നാണ്. നിങ്ങൾ സോളിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഡിഫറെന്റ് ലൈഫിനെ ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അങ്ങനെ പറയുന്നതെന്നറിയോ? ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരിതാപകരമായ അവസ്ഥയും ദുഃഖവും സങ്കടവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കോ. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇവിടെ ആരും അങ്ങനെ അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് അബൻഡൻസ് നിറഞ്ഞ ഒരു ലോകത്താണ്. പക്ഷെ നമുക്ക് ഇത് അറിയുന്നില്ല എന്നത് മാത്രമാണ് വിഷയമുള്ളത്. അതുകൊണ്ടാണ് കഷ്ടവും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നത് എന്ന് തന്നെ പറയും. അപ്പോൾ പറയും സാറേ ഇത് തോന്നലല്ല, ഇത് സത്യമാണെന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ അതിനൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാന മറുപടി എന്ന് പറയുന്നത് ഈ സോളിന്റെ ഡിഫറൻഷിയേഷൻ ആണ്. ഇന്നലെ 1-2 സഹോദരി ചോദിച്ച ചോദ്യം പോലെ, സാറേ ഇതെങ്ങനെയാണ് മാറ്റപ്പെടുന്നത്, എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിഷയം പലരും പറഞ്ഞു. എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ എന്താ പറയാ, എൻ്റെ കൊക്കിനും ചുണ്ടിനും ഇടയിൽ കിടന്നിട്ടാണ് ഈ സാധനം മിസ്സായി പോകുന്നത് എന്നൊക്കെ പറയേണ്ടത്. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഈ സോളുമായിട്ടുള്ള കണക്ടിവിറ്റി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരു സംഭവം ഉണ്ടെന്നാണ്. ഇപ്പം ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ആദ്യമായി എഴുതിക്കോ, നമുക്ക് എല്ലാ ലൈഫിനും ഒരു പർപ്പസ് ഉണ്ട്. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ആയിട്ട് നമ്മൾക്ക് അലൈൻ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരുന്നത്.
ആ പർപ്പസുമായി നമ്മൾ അലൈൻ ചെയ്യാൻ എപ്പോഴാണോ നമുക്ക് പറ്റുന്നത്, അങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റുന്ന നിമിഷം മുതൽ നമ്മൾക്ക് പിന്നെ വെച്ചടി കയറ്റമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കോടികൾ ഉണ്ടാക്കണമെങ്കിൽ, കോടികളുടെ മനസ്സുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, കോടികളുടെ അബൻഡൻസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ കോടികളുടെ എനർജിയുമായി നമ്മൾ അലൈൻ ചെയ്യണം. ആ എനർജിയുമായി അലൈൻ ചെയ്യാത്തിടത്തോളം കാലം ഇത് സാധ്യമാവില്ല. അപ്പോൾ ഈ കോടികൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് മസ്റ്റ് ബി എൻ പർപ്പസ് ഓഫ് ലൈഫായി മാറണം. ഇത് ഒരു ലൈഫിന്റെ പർപ്പസായി എപ്പോഴാണോ മാറുന്നത് അപ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടുകയുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രധാനമായ വിഷയം. എന്തുകൊണ്ടാണ് എനിക്ക് കാശുണ്ടാക്കാൻ പറ്റാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഇംപ്യൂരിറ്റീസ് ആയ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനെ അല്ലെങ്കിൽ സോൾ ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. ഈ സോളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ, സോൾ എന്ന് പറയുന്നത് ഒറിജിനൽ വൈബ്രേഷൻ സാധനമാണ്, ശരിക്കും സ്പന്ദിക്കുന്ന ഒരു സാധനമാണ് സോൾ എന്ന് പറയുന്നത്, ഒറിജിനലാണ്. അതും നിങ്ങളും തമ്മിൽ ഒരു തരത്തിൽ യോജിക്കാത്ത അവസ്ഥ വരുമ്പോൾ ഇറ്റ് നെവർ ഹാപ്പൻ ടു യു. ഇതാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രധാന കാരണം. ക്ലിയർ? എല്ലാവരും പറഞ്ഞേ ക്ലിയർ ആണെന്ന് പറഞ്ഞേ. യെസ്, ഐ എം ക്ലിയർ എന്ന് പറഞ്ഞേ. ഈ സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയവർ ക്ലിയർ പറഞ്ഞേ, ഇല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ സാധനം? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ചിലവർക്ക് പിടികിട്ടില്ല. കാരണം ഈ സോള്, പർപ്പസ്, എന്താ പറയാ, ബിലീവ് സിസ്റ്റംസ്, വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ യെസ്, ദാറ്റ്സ് ഇറ്റ്, ഐ എക്സ്പെക്ട് ഫ്രം യു ജയപ്രകാശ്. യെസ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി സ്റ്റോപ്പ് ചെയ്ത്. ഇതെന്താ വെച്ചാൽ നിരന്തര പ്രക്രിയയിലൂടെ മനസ്സിലാവുള്ളൂ. അത് ജയപ്രകാശിൻ്റെയൊക്കെ ഏകദേശം ഏജിനനുസരിച്ച് കുറച്ച് ക്യാച്ച് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇത്രമാത്രം ആലോചിക്കുക, നമ്മൾക്ക് 3 ഡയമെൻഷൻ ഉണ്ടെന്ന് അറിയാമല്ലോ. നോർമൽ ഹ്യൂമൻസ് ആർ ഇൻ 3 ഡയമെൻഷൻസ് അല്ലെ? അതെ, കറക്റ്റ്. ഈ 3 ഡയമെൻഷനിൽ നിൽക്കുന്ന നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ്, ഇത് 3 എണ്ണം ഉണ്ട് നമുക്കറിയാലോ. ഇത് 3 നമുക്കുള്ളത്. ഇത് 3 എപ്പോഴാണോ തുല്യതയിലെത്തുന്നത്, എപ്പോഴാണോ സമഭാവനയിലെത്തുന്നത്, എപ്പോഴാണോ ഒരേ ട്രാക്കിലേക്ക് വരുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരികയുള്ളൂ എന്നല്ല, അറിയുകയുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം ഈ സമ്പത്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ കഷ്ടങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ ആരുടെ സൃഷ്ടിയാണ്? ഇത് ആരുടെ സൃഷ്ടിയാണ്? ജസ്റ്റ് പറഞ്ഞത്, എവിടെയാണ് ഇത് അനുഭവിക്കുന്നത്? ആരാണ് ഇത് അനുഭവിക്കുന്ന ആളാരാണ്? മനസ്സാണ്. മനസ്സിലാണ് ഈ സാധനം വരുന്നത് അല്ലെ? അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് മനസ്സ് ഇത് അനുഭവിക്കുന്നത്? മനസ്സ് ഇത് അങ്ങനെ അല്ല, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏതിനായിരിക്കും കമ്പാരിസൺ എടുക്കുന്ന മനസ്സ്? ഇപ്പൊ നമുക്ക് സന്തോഷം തരുന്നതുമായിട്ട് നമ്മൾ എന്തിനെയാണ് കമ്പയർ ചെയ്യുക? എന്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെന്ന് നമുക്കറിയാം. ഏതോ ഒരു സാധനം നമുക്ക് ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്, ഇതെനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ല എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിലാണ് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ബേസ് ചെയ്യണ്ടേ? ഇതെനിക്ക് സന്തോഷമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? മനസ്സ്. ഒരു ബേസ് വേണ്ടേ ഈ സാധനത്തിന്? ഇപ്പൊ നമുക്ക് ഇരിക്കണം ഒരു ബേസ് വേണ്ടേ? അപ്പൊ മനസ്സ് സന്തോഷമാണോ ഇല്ലയോ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് തന്നാൽ നിങ്ങൾ സന്തോഷപ്പെടുമല്ലോ? സ്വാഭാവികമായിട്ട് സന്തോഷപ്പെടുമല്ലോ. എല്ലാവരും സന്തോഷപ്പെടും. എന്ന് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു നാച്ചുറൽ പ്രോസസ്സായി മാറും അല്ലെ? നാച്ചുറലായി മാറും. അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് സന്തോഷം ഉണ്ടാവുകയും പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എവിടെയോ ഒരു ബേസിൽ മാറ്റം വന്നിട്ടല്ലേ? ആദ്യത്തെ ദിവസത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ ആ ബേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ആ ബേസിലേക്ക് എത്തി, ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ സന്തോഷം അനുഭവിച്ചു. പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടി, അപ്പൊ ആ ബേസ് നമ്മുടെ മാറി വന്നപ്പോൾ പിന്നെ നമുക്ക് നോർമലായി മാറി. ഞാൻ കുറെ ഇന്റലക്ച്വൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും എപ്പോഴാണോ ഏകാത്മമായി പോകുന്നത്, ഒരേ താളത്തിൽ പോകുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ
ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വരാം. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവുന്നത്? ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞത്, നമ്മുടെ കയ്യിലിരിക്കുന്ന, നമുക്ക് നമ്മുടെ ലൈഫുമായി കണക്ഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അൺഅലൈൻഡ് ആയി കിടക്കുകയാണ്. നമ്മുടെ അലൈൻമെന്റ് മുഴുവൻ തെറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുമായി അലൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഈ അലൈൻമെന്റ് തെറ്റിക്കിടക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മനസ്സിലുള്ള ഇംപ്യൂരിറ്റീസ് ആണ്. നമ്മുടെ മനസ്സിലും ശരീരത്തിലുമുള്ള ഇംപ്യൂരിറ്റീസ് അറിയാലോ. ഇംപ്യൂരിറ്റീസിനെ പറ്റി ഞാൻ വിശദമായി പറഞ്ഞ ഇംപ്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ആവാൻ പറ്റാത്തത്. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്ന് പറയാം, എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, കാരണം നമ്മൾ വളരുന്നതനുസരിച്ച് ഇംപ്യൂരിറ്റീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അരുതായ്മകൾ എന്ന് എളുപ്പത്തിൽ പറയാം അല്ലേ. നമ്മൾ ഒരുപാട് അരുതായ്മകൾ കേട്ടിട്ടാണ് പഠിച്ച് വന്നിരിക്കുന്നത്. ഒരുപാട് അരുതായ്മകൾ കേട്ടിട്ടും പറഞ്ഞിട്ടും അനുഭവിച്ചിട്ടാണ് വന്നത്. ഞാൻ ഒരു സെന്റൻസ്, ഒരു പഴമൊഴി ചോദിക്കട്ടെ, നിങ്ങൾക്കെല്ലാം പറയട്ടെ, എല്ലാവർക്കും അത് ഉത്തരം പറയാമോ? പണം മരത്തിൽ കായ്ക്കില്ല. യെസ് ഓർ നോ? നമുക്ക് കേട്ടതല്ലേ, സാധാരണ നമ്മൾ മലയാളത്തിൽ ചൊല്ലല്ലേ, മണി ഡസൻ ഗ്രോ ഇൻ ട്രീസ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പറഞ്ഞേ, ഉത്തരം പറഞ്ഞ എല്ലാവരും ടക് 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 ടക്. പണം മരത്തിൽ കായ്ക്കില്ല. പണം മരത്തിൽ, യെസ് പോരട്ടെ. ഇത് യെസ് പറയുന്നവർ യെസ് പറയട്ടെ, നോ പറയുന്നവർ നോ. ആ പഴമൊഴി ശരിയല്ല എന്ന് പറയുന്നവർ നോ പറയണേ. ഈ പഴമൊഴി ശരിയാണെന്ന് പറയുന്നവർ യെസ് പറയണേ. ഇല്ലാത്തവർ നോ പറയണേ. ഇതൊരു പഴമൊഴിയാണ്, റിയാലിറ്റിക്കല്ല. മണി ഡസൻ ഗ്രോ ഇൻ ട്രീസ്. ശരിയാണെന്ന് പറയുന്നത് യെസ് പറയണേ. അല്ല, അപ്പൊ അത് വെറും പഴമൊഴി. അതല്ല, അങ്ങനെയല്ല. പണം എവിടെയും കായ്ക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടോ, ഒരു കൺഫ്യൂഷൻ അല്ലേ. ഒന്നുകൂടി പറയാം. ഒരു പഴമൊഴിയാണ്. ആ പഴമൊഴി നിങ്ങൾ വിശ്വസിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. മണി ഡസൻ ഗ്രോസ് ഇൻ ട്രീസ്. അത് മനസ്സിലായില്ല ആശ എന്താ പറഞ്ഞതെന്നുള്ളത്. എനിക്ക് മലയാളം ഇംഗ്ലീഷ് പട്ടിനോ മണി പ്ലാന്റ്, അത് രണ്ടാമത് പറയാം. ഓക്കെ, ആൻസർ ഈസ് വെരി സിമ്പിൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ഒറ്റ വാക്യമുള്ളൂ. ഇന്ന് ഡേറ്റ് എഴുതി വെച്ചോളൂ, 20/8/2024. ഈ ഡേറ്റ് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഈ പഴമൊഴി ശുദ്ധ മണ്ടത്തരമാണ്. ഞാൻ പച്ചക്ക് നിങ്ങളൊരു പബ്ലിക്കായിട്ട് പറയാണ്, ഈ പഴമൊഴി ശുദ്ധ മണ്ടത്തരാണ്. ഇതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ബിലീഫ് സിസ്റ്റം തകർത്ത് കളഞ്ഞത്. പണം മരത്തിൽ കായ്ക്കില്ല. പിന്നെ നിങ്ങൾ ഏലക്ക കൊടുത്തു കഴിഞ്ഞാൽ പറിച്ചുകൊണ്ട്, ഏലക്കയും കറാമ്പും കുരുമുളകും പറിച്ചു കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ എന്താ പറയാ, ഞാൻ പിന്നെ എന്തായി കിട്ടണേ? എന്താ കിട്ടണേ കൊടുത്താൽ? ഞാൻ ഇല്ലേ, ഇത് ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റമാണ് നമുക്ക് കിട്ടേ. ഇല പറിച്ചു കൊടുത്താൽ കിട്ടും. എന്തിനാ മരത്തിൽ കഴിക്കുന്നത്? വെറ്റില പറിച്ചു കൊടുത്താൽ പോലും പൈസ കിട്ടും അല്ലെ. ഇത് നമ്മൾ ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരും പറയും എൻ്റെ കയ്യിൽ ഞാൻ പണം ഉണ്ടാക്കുന്ന മരം ഉണ്ട് എൻ്റെ അടുത്ത് എന്നൊക്കെ പറയില്ലേ. പണം ഇങ്ങനൊരു സംഭവമേ അല്ല. പണം ഈസ് എ കറൻസി ഓഫ് എക്സ്ചേഞ്ച് സംതിങ് ആൻഡ് യു ഗെറ്റ് എ റിവാർഡ്സ് ആണ് പണം കൊണ്ട്. നിങ്ങൾ എന്ത് കൊടുത്താലും, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് എൻ്റെ നോളജ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന പണമാണ്. സോ മൈ നോളജ് ഈസ് ദ മണിയാണ് അല്ലേ. എൻ്റെ നോളജാണ് എൻ്റെ മണി, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ യു പേ ദ മണി ഫോർ ഇറ്റ്. ആ മണി നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടാക്കി? യു ഗെറ്റ് ഫ്രം സംവെയർ എൽസ്. ഇത് ഒരു സൈക്കിൾ സിസ്റ്റമാണ്. ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റമാണ് നമ്മളെ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല. പിന്നെ പരുന്തിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പണത്തിന് മേലെ പരുമ്പായിട്ട് കിടക്കാണെങ്കിൽ അല്ലേ. ഇങ്ങനെയാണ് പണത്തിന് മേലെ പരുമ്പ് പറക്കില്ലെന്നല്ല. പണം ഗുഡായിട്ട് ഉപയോഗിക്കുന്നതിന് ഇറ്റ്സ് എ ഗുഡ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ മണിയാണ്. അവന് ആവശ്യം അതാണ്. ഇത് ഈ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ പാവപ്പെട്ടവനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല. പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റ് മാറ്റാനാണ്. അവൻ പേടിച്ച് അയ്യോ അവൻ പൈസക്കാരനാണ് എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല നിങ്ങൾ ചോദിക്കണ്ടോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന്? അല്ല. ഇതൊക്കെ അതായത് ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇതിനകത്ത് തകർക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം പറയട്ടെ നിങ്ങളടുത്ത്. ഞെട്ടിപ്പോയ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ കടമില്ലാത്ത ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ലോൺ എടുക്കാതെ ഒരു മനുഷ്യനില്ല നമ്മുടെ നാട്ടിൽ. എങ്ങോട്ടാണ് യാത്ര? എന്നിട്ട് ആ കാശവൻ എന്ത് ചെയ്തു? ഒരാൾ ഇന്ന് ഒരു കമന്റ് എഴുതിയതാണ്, ഞാൻ വെറുതെ വായിച്ചാണ്, ഇതായിട്ട് വായിച്ചാണ്, ഞാൻ ആലോചിച്ചോണ്ടിട്ട്. അപ്പോൾ ഒരാൾക്ക് ടെൻഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് ശമ്പളം 20,000 രൂപയാണ്.
ആണ് പറയണത് എൻ്റെ കടം 1.5 കോടി രൂപയാണെന്ന്. അപ്പൊ ആരാണ് ഞങ്ങൾക്ക് കടം കൊടുത്തത് ഇത്രയും? ഓക്കെ, അതിൽ സബ്ജക്റ്റിൽ പോകണ്ട, ഞാൻ അതിലേക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, സമ്പത്തിനെ പറ്റി പറഞ്ഞു പോയതേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മൾക്ക് എന്തിനാണ് നമ്മൾ പണം കൊടുത്തിട്ട് ടെൻഷൻ വാങ്ങിക്കുന്നത്? അതിന് ആവശ്യമുണ്ടോ? ഒരിക്കലും പാടില്ല. ശ്രദ്ധിച്ചാൽ മാത്രമേ ജീവിതം പാകപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ സോളുമായി നമ്മൾ അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇത് വളരെ വലിയ സബ്ജക്റ്റ് ആണ്, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, എങ്കിലും പറയാം. നിങ്ങൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, 3 കാര്യങ്ങൾ നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, 3 കാര്യങ്ങൾ കേട്ടോ, നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവത്തെ മറികടക്കാൻ സാധിക്കും. എന്താണ് 3 കാര്യം? എനിബഡി വാണ്ട് ദിസ് 3 തിങ്സ്? വേണ്ടവർ ടൈപ്പ് ചെയ്യൂ. യെസ്, ഐ എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ വേണ്ടവർ. പക്ഷെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. 3 കാര്യങ്ങൾ ഞാനിപ്പോ പറയും. യെസ് എഴുതി വെച്ചോളൂ. ടു നോ യുവർ ക്ലാരിറ്റി, അതായത് ക്ലാരിറ്റി ഓഫ് പർപ്പസ് എന്ന് പറയുന്ന കാര്യം, നിങ്ങളുടെ ജന്മോദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ക്ലാരിറ്റി ഓഫ് പർപ്പസ് എന്ന് പറയുന്ന സാധനം. എന്റെ ഉദ്ദേശമായിരിക്കില്ല ഷെയ്ഖ് നൗഷാദിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കില്ല മറ്റൊരാളുടെ. ഓരോ ആൾക്കും ഓരോ ജന്മോദ്ദേശങ്ങൾ ഉണ്ടാവാം. അത് മനസ്സിലാക്കണം. ഇറ്റ്സ് എ സ്പിരിച്വൽ ജേണിയാണ്. സിമ്പിൾ ആയിട്ട് എടുക്കണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടല്ലോ അല്ലെ? സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ദൈവമായിട്ടല്ല, നമ്മൾ നമ്മുടെ ആത്മീയമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയ്ക്കാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിന് കണ്ടിട്ട് എവിടെയോ നമ്മൾ അറിയാത്തൊരു പ്രപഞ്ച സത്യത്തിന്റെ അടുത്തേക്കുള്ള ഒരു അലൈൻമെന്റ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ, ഇഫ് യുവർ സെൻസ് ഓഫ് പർപ്പസ് ഈസ് നോട്ട് അലൈൻ വിത്ത് യുവർ ഗോഡ് പർപ്പസ്, നിങ്ങളുടെ ജന്മോപദേശവും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ അലൈൻഡ് എപ്പോഴാണോ അല്ലാത്തത്, then you cannot get what you want to be. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണം. അതില് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, അതില് ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ നമുക്ക് ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. ആ പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇത് മനസ്സിലായല്ലോ? ഇങ്ങനൊരു സാധനം നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഞാൻ മണി മാനിഫെസ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അത് കോഴ്സിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ പാതയിൽ സഞ്ചരിച്ചിട്ട് എനിക്ക് മണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വന്നാൽ ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. അതുകൊണ്ട് ഞാൻ ഫ്രാങ്ക് ആയിട്ട് ആൾക്കാരെ തള്ളിക്കളയും, പറയും സോറി, നിങ്ങൾ ഇതിലേക്ക് വരരുത്, നിങ്ങൾ പോകേണ്ട വേറൊരു രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരോട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിനെ പറ്റി ഇന്ന് പറയാനല്ല വന്നത്, ഞാൻ അതിന്റെ കാര്യം പറഞ്ഞതാണ്. ഇനി നന്ദി എന്ന് പറയുന്ന ഒരു സാധനം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എത്രത്തോളം കുറയുന്നുവോ അത്രയും നിങ്ങൾ സ്വയം കുഴി കുത്തി അതിലോട്ട് താണുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു, എവരിബഡി റെഡി ഫോർ എ ഗ്രാറ്റിറ്റ്യൂഡ് നൗ? നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ടോ? എല്ലാവരും നന്ദി പ്രകാശിപ്പിക്കാൻ തയ്യാറാണോ? ഗ്രാറ്റിറ്റ്യൂഡിന് അത്രയും പവർഫുൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 20ാമത്തെ ബാച്ചിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അരമണിക്കൂർ തന്നെ തുടങ്ങിയത്. ഇന്ന് രാവിലെ തന്നെ തുടങ്ങി. എല്ലാവരും ഹാപ്പിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പലർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുക. ഞാൻ മുമ്പേ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ട് അവരോട് വാട്സപ്പിൽ റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറഞ്ഞത്. അത്രയും സ്ട്രോങ് ആയിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത്. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ റെഡിയാണല്ലോ. എങ്കിൽ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, 1 മിനിറ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് തരണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്, ഈ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ നിങ്ങളോട് ടൈപ്പ് ചെയ്തിടുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. ഐ നീഡ് ഇറ്റ് ദാറ്റ് നൗ. എവരിബഡി ടൈപ്പ്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാണ്, നിങ്ങൾ കമന്റിൽ ഇപ്പോൾ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടൈപ്പ് ചെയ്തിടുക. ദിസ് എ ഫസ്റ്റ്. ഇതിങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കുക. എല്ലാവരും ടൈപ്പ് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താണോ മംഗ്ലീഷിലോ എന്തായാലും ശരി, നിങ്ങളുടെ ആ ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. ഏത് ഭാഷയിൽ നിങ്ങൾ ചെയ്തോളൂ. നൗ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ഇറ്റ്. നിങ്ങളുടെ കമന്റ് ഇത്രയും ആൾക്കാർ ഞാൻ കൗണ്ട് ചെയ്യും. ഇത്രയും ആൾക്കാരുടെ കമന്റ് വന്നിട്ട് മാത്രമേ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. കാരണം ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് ഒന്നും ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തരട്ടെ. താങ്ക് യു സാർ, യു ആർ ഗിവിംഗ് എ വണ്ടർഫുൾ ക്ലാസ്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് തരട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ് ഇല്ലാതെ നിങ്ങൾ തപ്പണ്ട. യെസ് അല്ല, പർപ്പസിലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണേ.
യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. വൈ ഫോർ വാട്ട് ദ പർപ്പസ്, ദ റീസൺ പറയണേ. എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതെന്നുള്ളത്. യെസ് 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 പറയട്ടെ. That's correct. That's correct. എല്ലാവരും, ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട സമയമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. കാരണം ഇത് പ്രകടിപ്പിക്കാതെ, പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്തത് മാത്രമല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളിത് ഗ്രാറ്റിറ്റ്യൂഡുള്ള മെൻറ്റാലിറ്റി ആയിരിക്കണം. ഓരോ നിമിഷവും നിങ്ങളിൽ ഇത് നിറഞ്ഞിരിക്കണം. ഇംഗ്ലീഷുകാരെയൊക്കെ കണ്ടിട്ടില്ല, എന്തും കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ടില്ലേ. അവർ പേഴ്സ് മോഷ്ടിച്ചിട്ട് ഒരുത്തം പോയിട്ട് അവന് തിരിച്ചു കൊടുത്താൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടൂർ പോയപ്പോൾ അവൻ്റെ പേഴ്സ് ആരെ അടിച്ചുകൊണ്ട് പോയി. അവൻ പറഞ്ഞത് ദിനേശ് എൻ്റെ പേഴ്സ് ആരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കളഞ്ഞു പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കൊണ്ടുപോയി കൊടുത്തത് നിങ്ങളെ പേഴ്സ് കിട്ടിയപ്പോൾ അടിച്ചു പോയവൻ. അവൻ പറഞ്ഞു സോറി, ഞാൻ ബൈ മിസ്റ്റേക്ക് മാറ്റിയെടുത്തു, പേഴ്സല്ല ഒരു ചെറിയ വാലറ്റ് നമ്മളുടെ അറിയാണ്ട് എടുത്തു പോയതാന്ന് പറഞ്ഞു. അവനത് തിരിച്ചു കിട്ടിയപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു കുറേ പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം, നമുക്ക് പറയാൻ പറ്റും. മലയാളി നീ എന്തിനാണ് എടുത്തതെന്ന് പറയും. യെസ് 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 പോയില്ല, ഇനിയും കുറേ ആൾക്കാർ ബാക്കിയുണ്ട്. ഐ എം നോട്ടിഫൈങ് ഈച്ച് വൺ ഓഫ് യു. ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർ പറയണേ, എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഓക്കെ, ഇത് മറക്കരുത്. ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെ പറ്റാത്തത്, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ രാവിലെ അരമണിക്കൂർ നമ്മുടെ സെഷനിലേക്ക് വന്നോളൂ. ഇതേപോലെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് രാവിലെ നമ്മൾ ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്ത് നമ്മളെ പ്യൂരിഫൈ ചെയ്യാം. ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിരുന്ന് സംസാരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണോ ഈ തിരക്കിന്റെ ജീവിതത്തിന്റെ ഇടയിലും? നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണോ അത്? Everybody is like that. How I am talking it. നിങ്ങൾ പിന്നെ സംസാരിച്ചാൽ മതി കേട്ടോ, നമ്മളെ ഇത് പോകും, ഫ്ലോ പോകും. അപ്പൊ അത് പറ്റണമെങ്കിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് ഓരോ ആൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് തരികയാണ്. ഇന്നലെ വന്ന എത്രയും ആൾക്കാർക്ക് ക്ലാസ്സിൽ എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ്, എന്നെ ആക്കി നിർത്തുന്ന എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരാം, തിരിച്ചു വരാം. ഇത് 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇത് ഞാനിപ്പോൾ ഒന്ന് കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചെന്നല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്നർ അലൈൻമെന്റ് എന്ന് പറയുന്ന സാധനം. ആന്തരികമായ നമ്മുടെ അലൈൻമെന്റ് അറിയാമല്ലോ, നമ്മുടെ ആന്തരികമായ അവസ്ഥ. നമുക്ക് പീസ് എവിടെയാണ് ഉണ്ടാവുന്നത്? സമാധാനം എവിടെയാണ് ഉണ്ടാവുന്നത്? അകത്താണോ പുറത്താണോ? സമാധാനം അകത്താണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ സമാധാനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആന്തരികമായ അലൈൻമെന്റ് നടക്കണം. ഇതെങ്ങനെ നടക്കും? എപ്പോഴും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആന്തരികമായ അലൈൻമെന്റ് കിട്ടുമോ? ഞാൻ ഈ പ്രോസസ്സിൽ കടന്നു പോയപ്പോൾ ആദ്യം എൻ്റെ ഗുരു, എന്നെ ഈ പ്രാക്ടീസ് ചെയ്ത ഗുരു, ഐ എം ഫുള്ളി റെസ്പെക്ട് ഓഫ് ഹിം. ഹി ഈസ് ദ വൺ ഓഫ് ദ ചീഫ് പേഴ്സൺ ഇൻ UN രക്ഷാസമിതിയിലെ ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴാളും താമസം വിയന്നയിലാണ്. വിയന്നയിൽ നിന്നുകൊണ്ടാണ് എന്നെ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്, എൻ്റെ അലൈൻമെന്റ്, ഒരു 3 വർഷം മുമ്പേ. അപ്പൊ എനിക്കിത് സംഭവം എന്താണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. പുള്ളി എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ 2 പേരും ഇരിക്കും. പുള്ളി പറഞ്ഞു, ദിനേശ് റെഡിയാണോ? ആർ യു റെഡി? യെസ് റെഡി. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ഇനി ഞാൻ പറയുന്നത് വരെ നീ കണ്ണ് തുറക്കരുത് എന്ന് പറഞ്ഞു. 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒറ്റയിരുത്താം. എനിബഡി ക്യാൻ ഡു ഇറ്റ് ഫോർ എ 10 minutes ടൈം? ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആൾക്കാരോട് എനിക്ക് ഡൗട്ടായിരുന്നു, 23 മിനിറ്റ് എത്ര പേര് അടങ്ങിയിരുന്നു, ശബ്ദം വരുന്നില്ലേ? ഇടയ്ക്ക് ഞങ്ങൾ മെഡിറ്റേഷൻ ഒന്നും ശബ്ദം ഉണ്ടാവില്ല, സൈലന്റ് ആയിരിക്കും, മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ. സാറ് നിർത്തിപ്പോയോ? സൂം ഔട്ടായി പോയോ? ഞാനൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ, എൻ്റെ നെറ്റ്വർക്ക് ഔട്ടായി പോയോ, ശബ്ദമൊന്നും വരുന്നില്ലല്ലോ എന്ന അവസ്ഥയിലാണ്. 3 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ 6.5 മണിക്കൂറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അലൈൻമെന്റിന്റെ പാട്ടാണ്. എല്ലാവരും തിരക്കുള്ള ജീവിതമല്ലേ. 1 മിനിറ്റ് സാറേ 5 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ അരമണിക്കൂർ? നടക്കില്ല എന്നേ പറയാനുള്ളൂ കേട്ടോ, നടക്കില്ല. നിങ്ങൾ അങ്ങനെയുള്ള ബിസി ലൈഫും കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോറി, സ്പിരിച്വാലിറ്റി ഇങ്ങനെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, പക്ഷെ ഇതിന് വഴികളുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറ്റും. ഉറങ്ങുന്ന ഉറക്കം നമുക്ക് 6 മണിക്കൂറും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഒരുപാട്
സപ്പോർട്ടിങ് സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾ സാധാരണക്കാരൻ്റെ ബ്രെയിൻ ഇത് വർക്ക് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അതിനെ പാകപ്പെടുത്താനുള്ള സപ്പോർട്ടിങ് ഒരുപാട് മെക്കാനിസം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം ബ്രെയിൻ വേവ്സ് അടക്കം കൗണ്ട് ചെയ്യുന്ന മിഷൻസ് ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് നോർമലായിട്ടുള്ള ചില ക്രിയകൾ, കുറെ സാധന ക്രിയകളിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ സംഭവത്തിൽ 3 കാര്യങ്ങൾ. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, മറ്റേ നമുക്ക് ചില ടെക്നിക്കൽ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവും. ഇത്രയും കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? എത്ര പേർക്ക് ഇത് പഠിക്കണം, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? അവർ മാത്രം പറഞ്ഞാൽ മതി യെസ് എന്ന്. ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. മോട്ടിവേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റമില്ലാത്തത് എന്ന് ചോദിച്ച സഹോദരിക്കും സഹോദരനും ഇപ്പോഴും മറുപടി കിട്ടിയോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവാത്തതെന്ന് അവർക്ക് മാത്രം. നേരത്തെ മനസ്സിലായോ? നേരത്തെ വോയിസ് അയച്ച ആൾക്കും സാറേ എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താണ് വർക്ക് ചെയ്യാത്തത്, ലോ ഓഫ് അട്രാക്ഷൻ എന്താ വർക്ക് ചെയ്യാത്തതെന്നുള്ള മറുപടി ഇന്ന് കിട്ടിയോ? അതുപോലെ തന്നെ എനിക്ക് നേരത്തെ അറിയില്ല, പേരെനിക്ക് അറിയില്ല, ഖത്തറിൽ നിന്നുള്ള ഒരു സഹോദരി ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. യെസ്, ബീനയാണല്ലേ, ഓക്കെ ഫൈൻ. ആ സഹോദരി ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ വരുന്നു, ഇന്ന് അത് തന്നെയാണ് ഞാൻ സംസാരിക്കാമെന്ന്. മാം ഇത് തന്നെയാണ്. സോ യു ഹാവ് ഇറ്റ്. നേരത്തെ പറയാൻ മറന്നൊരു കാര്യമാണ്, നിങ്ങളോട് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കിത് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് യു ആർ ഓൺ റൈറ്റ് ട്രാക്ക് എന്ന് ഞാൻ ഇപ്പോൾ പറയും. ആദ്യം ഇത് തന്നെ സംഭവിക്കും. കാരണം നമ്മൾ ഇത്ര ഒരു കാര്യം പറയാം നിങ്ങളോട്, നിങ്ങളൊരു നല്ല റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 2 ട്രാക്സ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക, ഒരു വില്ലേജ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക, നല്ല റോഡാണ്. ഇപ്പോൾ നാട്ടുപ്രദേശത്ത് ഉണ്ടാവില്ല അല്ലേ? നാട്ടുപ്രദേശത്ത് നമ്മൾ മലയോര ഹൈവേകളൊക്കെ നല്ല ഹൈവേകളാണ്, അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു നാഷണൽ ഹൈവേയിൽ കയറാൻ പോവുകയാണെങ്കിൽ ഈ മലയോര ഹൈവേയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഹമ്പും അല്ലെങ്കിൽ ചെറിയൊരു ഷോട്ടും ഒക്കെ ഉണ്ടാവുമോ ഇല്ലയോ? സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ഈ സംഭവമാണ് മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്ന ആൾക്ക് ട്രാക്കിലേക്ക് വീഴാൻ പോകുമ്പോൾ ഒരുപാട് അലൈൻമെന്റ്സ് തെറ്റും. കാരണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റം നിങ്ങൾക്ക് തരാതെ മാറ്റപ്പെടുത്താൻ പ്രകൃതിക്ക് സാധിക്കില്ല. ഇതൊരു പ്രകൃതി സത്യമാണ്, നമുക്ക് എല്ലായിടത്തും അപ്ലിക്കബിൾ ആയ സാധ്യമാണ്, എല്ലായിടത്തും അപ്ലിക്കബിൾ ആവാൻ സാധനം. 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 5 മണിക്ക് എഴുന്നേക്കാൻ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം കൊണ്ട് 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റുമോ? ഈസി ആയിട്ട് പറ്റില്ലല്ലോ. അതേപോലെ നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെറിയ വിഷയങ്ങൾ നമുക്ക് വരും. ഈ സഹോദരിക്ക് അത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് യു ക്യാരി ഓൺ ദ സെയിം വേ, നന്നായിട്ട് മാറ്റം ഉണ്ടാവാൻ നിങ്ങൾക്ക് തുടങ്ങുന്നില്ല. അപ്പോൾ ഇത് അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ള ആൾക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു ഷോർട്ട് പരിപാടിയാണ്. നിങ്ങൾക്ക് ഒരു കോഴ്സ് തരികയാണ്, ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഹീൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് പർപ്പസ് എന്ന് നിങ്ങൾ അലൈൻമെന്റ്സ് തെറ്റിക്കിടക്കുന്ന നിങ്ങളെ അലൈൻ ചെയ്യണമെങ്കിൽ ഹീലിംഗ് തെറാപ്പിയിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ഇല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞ് നമ്മൾ സ്പിരിച്വൽ ജേണിയിൽ കുറേ സമയം എടുത്ത് വന്നിട്ട് സെൽഫ് ഹീൽ ചെയ്തെടുക്കണം. 2 മെത്തേഡാണുള്ളത്. ഒന്ന് സെൽഫ് ഹീലിംഗ്, ഒന്ന് എക്സ്റ്റേണൽ ഹീലിംഗ്. എക്സ്റ്റേണൽ ഹീലിംഗിൽ കുറേ ടെക്നിക്സുകളുണ്ട്. സെൽഫ് ഹീലിംഗ് നമ്മൾ തന്നെ പാകപ്പെടുത്തി. ഞാൻ സെൽഫ് ഹീലിംഗിലൂടെ വന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സെൽഫ് ഹീലിംഗ് മെത്തേഡ്സിലൂടെ നമുക്ക് നമ്മുടെ അതിൽ ചെയ്യാവുന്ന പ്രക്രിയ എത്രയാണ്, ഞാനതൊരു മാജിക് ഒന്നുമില്ല, അതിൽ ചെയ്യാവുന്ന പ്രക്രിയ എത്രയേ ഉള്ളൂ. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ട് എവിടെയാണ് നിങ്ങളുടെ ബ്ലോക്കേജുകൾ കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് ആ പർട്ടിക്കുലർ ഏരിയ മാത്രം പ്രോഗ്രാം ചെയ്യിപ്പിക്കും. മൊത്തത്തിൽ കാർഡടച്ച് കൊടുക്കുകയല്ല, ആ പർട്ടിക്കുലർ ഏരിയ മാത്രം, അവിടെ മാത്രം എനർജി കൊടുത്തുകൊണ്ട് ഇന്ന ചേഞ്ചസ് മാത്രം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും ഒക്കെ മാറ്റപ്പെടുത്തി നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ഹീൽ ചെയ്യും. ഈ പ്രക്രിയയാണ് ഹീൽ എന്ന് പറയുന്ന സാധനത്തിലൂടെ ചെയ്യുന്നത്. അതിന് പ്രാണിക് ഉപയോഗിക്കുന്നുണ്ട്, EFT ഉപയോഗിക്കുന്നുണ്ട്, രേക്കി ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വിവിധമായ ഓരോ ആൾക്കും വിവിധമായ ഓരോ ടെക്നിക്കുകളിലൂടെയാണ് നമുക്കത് പോകുന്നത്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കോഴ്സിൽ എങ്ങനെ ചെയ്തത്, നിങ്ങൾ സെൽഫ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗൈഡഡിലൂടെ ചെയ്യും. വളരെ വളരെ ഇതായിട്ടുള്ള സംഭവമാണ്. അത്രയും അതിപ്പോൾ എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. ഇപ്പോൾ രേക്കിക്ക് അറിയാം, രേക്കിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു എനർജി ട്രാൻസ്ഫോർമേഷനാണ്, എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല, അത് അനുഭവത്തിലൂടെ മനസ്സിലാവുള്ളൂ. അത് നൽകുന്നയാളും ലഭിക്കുന്നയാളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അവർ തമ്മിൽ കണക്ട് ആയില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതാണ് ഹീൽ എന്ന് പറയുന്ന സാധനം. ഇനി ആ ഹീലിങ്ങിലൂടെ നിങ്ങളുടെ ആവശ്യമുള്ള മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷനിലൂടെ ഞാൻ ചെയ്യുന്നത്.
ഇത്രയും വളരെ കൃത്യമായിട്ടുള്ള പ്രോസസ്സാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് EFT എക്സ്പേർട്സുകൾ ഉണ്ടാവും, ഹിപ്നോസ് അതിനും തലത്തിൽ അടുത്ത തലത്തിൽ നിൽക്കുന്ന ആളെ വളരെ ഡീപ്പായിട്ട് കോൺഷ്യസ്ലി ചൈൽഡ്ഹുഡിലേക്ക് ഒരുപാട് ട്രോമാസ് അനുഭവിച്ച ആൾക്കാരുടെ അങ്ങനെ ഒരുപാട് ട്രോമാ സിറ്റുവേഷനിലൊക്കെ വന്ന ആൾക്കാരൊക്കെ എടുക്കാനും ചിലപ്പോൾ എക്സ്പേർട്സുകൾ വേറെ വരേണ്ടി വരും ഇതായിട്ട്. കാരണം അത്രയും ഓരോ ആൾക്കാർ വ്യത്യാസമാണ്. ഹീൽ ചെയ്യുക അത്ര ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. അതിൻ്റെ എനർജിയുടെ അത്രയും ഹൈ പവർ വേണം. നമുക്ക് ചിലപ്പോൾ 1-2 ആളെയൊക്കെ ഞാൻ പണ്ട് ഹീൽ ചെയ്തിട്ട് ഞാൻ ഒരാഴ്ചയൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. നമ്മളതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാതെ ഹീൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു ഹീൽ എക്സ്ചേഞ്ച് എനർജിക്ക് അത്രയും വലിയുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് മോട്ടിവേഷൻ കോൾ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്? പിന്നെ പറയില്ല നിങ്ങൾ സാറേ കാശ് കൂടുതലാണെങ്കിൽ പറ്റില്ലെന്ന് പറയുന്നവരാണെങ്കിൽ സോറി കേട്ടോ. കാശില്ലാതെ ഒന്നും നടക്കില്ലേ. എല്ലാവരോടും പറയാം, കാശില്ലാതെ ഒരു സംഭവം നടക്കില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, സിമ്പിളാണ്. കാശില്ല ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞാൽ ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ എന്താ പഠിപ്പിക്കുന്നത്? എന്താണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന സാധനം? ആ പോയിന്റ് എന്താ എഴുതി? എന്താണ് ഞാൻ ബേസ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത്? എന്താണ് ആ വാക്കൊന്ന് ടൈപ്പ് ചെയ്ത്? യെസ്, ഞാൻ പഠിപ്പിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്? വെൽത്ത് അല്ലേ? നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാനല്ലേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലല്ലേ ഈ പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ എനിക്കാര് തരും? എനിക്കുണ്ടാക്കേണ്ട വെൽത്ത് അല്ലേ? അബൻഡൻസ് നിങ്ങൾ തന്നാലേ കിട്ടുള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങളെപ്പോലെ 10,000-കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഞാനും കോടീശ്വരനാവും, അല്ലെങ്കിൽ എങ്ങനെയാവും? അപ്പൊ എന്നിൽ നിന്ന് പഠിച്ചിട്ടാവും നിങ്ങൾ നേടില്ലേ. ഇപ്പോൾ നമ്മൾ സിസ്റ്റർ നേരത്തെ വെച്ച് ബീനൊക്കെ കുറേ ഒരുപാട് കസ്റ്റമേഴ്സും ബ്യൂട്ടീഷ്യൻ കസ്റ്റമേഴ്സൊക്കെ വന്നെങ്കിൽ അവർക്ക് പൈസ വരില്ലേ? അപ്പോൾ പിന്നെ നാളെ വന്നിട്ട് സാറേ ഇന്ന് കണ്ട് കോഴ്സ് ചെയ്യുമ്പോൾ കാശ് തന്നിട്ടില്ല, അത് എനിക്ക് ഇപ്പോൾ പൈസ വന്നാൽ പിടിച്ച് വന്നിട്ട് 1 കോടി തരുമോ? ഒരിക്കലും തരില്ല. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ലിമിറ്റഡ് ആയിട്ട് മേടിക്കുന്നുള്ളൂ. നിങ്ങൾ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി, അല്ലാതെ തരണ്ട. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി. അപ്പോൾ എത്ര പേർക്ക് റെഡിയാണിത്? മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് അല്ല കേട്ടോ, ഹീലാണ്. ഇനിയായിരിക്കും എല്ലാവരും സൈലന്റ് ആകുക അല്ലേ? സാറേ എത്ര രൂപ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റും ഈ ഒരു കോഴ്സ്? 7 days പ്രോഗ്രാമേ ഉള്ളൂ കേട്ടോ. നല്ല കാശായിരുന്നു. എനിക്ക് പണിയില്ലേ? ആരും ഉണ്ടില്ല. ഇനി നിങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. എത്ര പേർക്ക് ഞാൻ ഓക്കെ ഇനിയിപ്പോൾ അങ്ങ് പറയാം അല്ലേ? ഈ ക്ലാസ്സിന് ഞാൻ പുറത്ത് വാങ്ങിക്കുന്നത് ഇതുവരെ ഞാനിങ്ങനെ യൂട്യൂബിൽ പൈസയുടെ ഒരു കോഴ്സിൻ്റെ പൈസ പറഞ്ഞിട്ടില്ല. ഒരു കോഴ്സിന് നിങ്ങൾ കണ്ടിട്ടില്ല. ഒരു ടെസ്റ്റിമോണിയൽ പോലും ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ആർക്കും കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിന് പോകുന്നത്. എന്നെ അറിഞ്ഞിട്ട് വരുന്നവർ വരും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, പോകും. ഇതാണിത്. ഈ കോഴ്സിൽ നിലവിലുള്ള ഫീസ് 25,000 റുപ്പീസാണ്. എല്ലാവർക്കും ഹാപ്പിയാണോ? പക്ഷെ ഒരു കാര്യം പറയാം, മണി മാനിഫെസ്റ്റേഷൻ ചേർന്നവരാരും ഈ കോഴ്സിന് പൈസ അടിച്ച് നാളെ രാവിലെ വന്നേക്കരുതേ. നിങ്ങൾക്കിത് തരില്ല. കാരണം നിങ്ങൾ അവിടെ ഞാൻ ശരിയാക്കി എടുത്തോളാം. നിങ്ങൾ എല്ലാ കോഴ്സിനും പോയി ജോയിൻ ചെയ്യേണ്ട, പുതിയ ആൾ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനോ ജേർണി ടു ഹാപ്പിനെസ്സോ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നേടാൻ പറ്റും. അവിടെ ഞാൻ എല്ലാം തരും. പക്ഷെ നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല, ചാടിക്കിടന്നേ പറ്റുള്ളൂ, കാല് പൊങ്ങുന്നില്ലെങ്കിൽ മാത്രം വന്നാൽ മതി. വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ വന്നാൽ മതി, അവർക്ക് മാത്രം. പക്ഷേ 25,000 രൂപ ഫീസാണ്. എനിബഡി വാണ്ട് ഓഫർ എങ്കിൽ ഞാൻ ഓഫർ തരാം. എത്ര പേർക്ക് ഓഫർ വേണം? അത് നിങ്ങൾക്ക് പറയാം. ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിക്കുന്ന ഓഫർ ആയിരിക്കും തരുന്നത്. എത്ര ഓഫർ വേണമെന്ന് പറയുന്നത് നിങ്ങൾ ചേരണ്ട. എത്ര പേര് ഓഫർ വേണമെന്ന് പറയുന്നത്? എത്ര പേര് വരുന്നു നോക്കട്ടെ. ചിലപ്പോൾ വളരെ തുച്ഛമായ പൈസ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ആരും ഞെട്ടിപ്പോകുന്ന പൈസ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ. അപ്പോൾ ഇവിടെ ബ്ലോക്കായി കിടക്കുന്ന ആൾക്കാരാണ് ഞാൻ നോക്കുന്നത്, അവരുടെ റെസ്പോണ്ടാണ്. നിങ്ങൾക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ചേർന്നേ പറ്റുള്ളൂ. യെസ്, പോരാ ഇത്രയും ആൾക്കാകുമ്പോൾ ആ ഓഫർ കൊടുത്താൽ എനിക്ക് കിട്ടില്ല, എനിക്ക് വർക്കൗട്ട് ആവില്ല. എൻ്റെ 2 സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ കിട്ടില്ല. അങ്ങനെയുള്ള ഓഫറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. യെസ്, എത്ര വേണം? ഇനി എത്ര പെർസെൻറ്റേജ് വേണം നിങ്ങൾക്ക്? എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണം? അതൊന്ന് പറഞ്ഞു നോക്കി. ഇത് ഇൻഡിവിജ്വൽ ആണ്. ക്ലാസ് എടുത്തിട്ട് ഓരോ ആൾക്കും പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡാണ്. ഒരു നാളെ രാവിലെ വിളിച്ചിട്ട് ചോദിക്കുക സാറേ ക്ലാസ് തുടങ്ങിയെന്ന് ചോദിക്കരുത്. അങ്ങനെ നടക്കുന്ന ക്ലാസ് അല്ലത്. ഇത് ഹീൽ ചെയ്യണം, ഓരോ സമയത്തിനനുസരിച്ച് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊരു പരിപാടിയാണത്. അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ ഒന്ന് കുറച്ചൊരു ഓരോ ആൾക്കും ഓരോ ടൈമിലായിക്കൊണ്ട്
എത്ര പെർസെൻറ്റേജ് ഓഫർ വേണമെന്ന് ചോദിച്ചു. എത്ര പെർസെൻറ്റ് നിങ്ങൾക്ക് ഓഫർ വേണം പറഞ്ഞോ. 100% ഒഴിച്ച് ബാക്കി എന്തും പറഞ്ഞു. ഇപ്പം അത് സാറേ 100% അയക്കണമെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞേക്കല്ലേ. ഇത് ഇന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാണ് സോറി, അതിലേക്ക് ഇതില്ല, ലൈവ് ക്ലാസ്സിൽ മാത്രമേ ഈ ഓഫർ ഉള്ളൂ എന്ന് മാത്രം പറയും. കാരണം അവിടെ കണ്ടിട്ട് നാളെ അപ്പം തന്നെ മെസ്സേജ് അയക്കാൻ നിൽക്കരുത് എന്നില്ല. എത്ര പെർസെൻറ്റ് നിങ്ങൾക്ക് ആർക്കും പെർസെൻറ്റേജ് വേണ്ടേ? ഫുൾ എമൗണ്ട് തരാൻ റെഡിയാണ്. പെർസെൻറ്റേജ് വേണ്ടവർ പറയും എത്ര പെർസെൻറ്റ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതിൽ എന്തിരിക്കുന്നു നിങ്ങളിന്ന്. മണി പ്രോബ്ലം ആണെങ്കിൽ നടക്കില്ല അനുജിത്ത്. മണി ഓവർകം ചെയ്യാനല്ലേ ഇത് ചെയ്യുന്നത്. എല്ലായിടത്തും അതേ തോട്ടിലാണ് അനുജിത്ത് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പുറത്ത് കിടക്കാൻ പറ്റുക? എനിക്ക് വേണം, പക്ഷെ മണി പ്രോബ്ലം. സോ വാട്ട് യുവർ, നിങ്ങൾ എന്തിനാണ് ആകർഷിക്കുന്നത്? അവിടെ നിങ്ങൾ ആകർഷിക്കുന്നത് എന്താണ്? നിങ്ങൾ വരാൻ പറയുന്നത് എന്തിനോടാണ്? ഇന്നലെ വളരെ വിശദമായി പറഞ്ഞ സാധനമല്ലേ ഇത്. നിങ്ങൾ ആവശ്യമില്ലാത്ത ആ തോട്ട്സ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചേരാതിരിക്കാം, പക്ഷെ യു ഡോണ്ട് ജംപ് ടു ദാറ്റ് അൺനെസറി തിങ്. ഓക്കെ, ദാറ്റ് മീൻസ് ഐ സെഡ്. സോ എന്തിനാണ് ആ താഴെ കൊണ്ട് ആ ഒരു ക്യാപ്ഷൻ അവിടെ ചേർക്കുന്നത്? ആ തോട്ടിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? താല്പര്യമുണ്ട്, ദെൻ ലീവ് ഇറ്റ് ടു ദ യൂണിവേഴ്സ്. എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ആ സെന്റൻസ് കൊണ്ട് എന്റെ പൊന്നു സഹോദരൻ ചേർക്കരുത്. അവിടെയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ആ തോട്ട് കേട്ടോ നമുക്ക് വേണം. ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ളത് വഴി. ഞാൻ എന്റെ ഗുരുവിനെ കണ്ടെത്തി എങ്ങനെ അറിയാം? അവനൊരു കഥ കൂടി പറയാം അല്ലെ? പോരാ, പെർസെന്റേജ് പോരാ, ഇനിയും വരട്ടെ. പെർസെന്റേജ് കുറച്ചും കൂടി വരട്ടെ. എന്നിട്ട് ഞാൻ എന്റെ ഗുരുവിനെ കണ്ടെത്തിയ കഥ അറിയോ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത്? ഒരിക്കൽ പോലും സ്വപ്നത്തെ പോലും എന്താ പറയാ, ഒരിക്കൽ പോലും കാണുമെന്ന് വിശ്വസിച്ച ഒരാളല്ല ഞാൻ. ഇവിടെ ഇരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ച് എന്റെ മുമ്പിൽ ഗുരു ഇങ്ങോട്ട് നടന്നു എന്ന് സംസാരിക്കുകയായിരുന്നു. മാനിഫെസ്റ്റേഷൻ അത്ര പവർ ഉണ്ട്. ഒരിക്കലും നമുക്ക് ഒരു സമയം വരും, എനിക്ക് ആ സമയം വരും, എന്റെ അടുത്തേക്ക് അവർ വരും. അതുപോലെ നിങ്ങൾക്ക് എന്റെ കോഴ്സിൽ, അനുജിത്തിന് വളരെ വിശദമായിട്ട് എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത് ഫ്രീ ആയിട്ട് വാങ്ങിച്ചെന്ന് വരും. ചിലപ്പോൾ ആ പവറാണ് കാണിക്കേണ്ടത്. അവിടെ വേർഡിങ് മാറ്റരുത്. ആരുമില്ലേ? ബാക്കിയുള്ളവരില്ലേ? കുറെ പേരുണ്ടെങ്കിൽ ഞാൻ പെർസെന്റേജ് നന്നായി തന്നെ. ഇതിപ്പോ കുറച്ച് പേരേ ഉള്ളൂ പെർസെന്റേജ് ചോദിച്ചവർ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 50% ഡിസ്കൗണ്ട് തന്നാൽ നിങ്ങൾ എത്ര പേര് വരാൻ റെഡിയാണ്? 50% ഇപ്പൊ സ്പോട്ട് പറയുന്നവർ പറയട്ടെ. പക്ഷെ അവിടെ നിൽക്കൂല ഞാൻ കേട്ടോ, അതിനപ്പുറത്തും പോകും. എന്നാലും പറ, 50% ഞാൻ റെഡിയാണ്. എത്ര പേരുണ്ട്? നിങ്ങൾ സമയം ഉണ്ടാവും വന്നാൽ മതി കേട്ടോ ക്ലാസ്സിൽ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല കേട്ടോ. ഇന്ന് പേയ്മെന്റ്, ഫുൾ പേയ്മെന്റ് ഇന്ന് തന്നെ അപ്പം അടക്കണമെന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ കൺഫർമേഷൻ പേയ്മെന്റ് അടക്കേണ്ടി വരും. ശീലമാം, എന്റെ കഞ്ഞുകൂടി മുട്ടിക്കരുത്. 75% എടുത്തിട്ട് എനിക്കും വേണ്ടേ? എനിക്ക് ഉണ്ടാക്കണ്ടേ കോടികൾ അല്ലേ? യെസ്. ഇനി 60% ഡിസ്കൗണ്ട് തന്നാൽ വരുന്നവർ എത്ര പേരുണ്ട് നോക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് തീരുമാനിക്കാം. 2 ആളെ വരട്ടെ. അഡ്മിൻസ്, ഇവിടെ കേൾക്കുന്ന അഡ്മിൻസ് ഈ പാട്ടൊന്ന് യൂട്യൂബിൽ ഇടുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കണേ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുവേ. അവിടെ 1000 ആൾക്കാർ ഹീലിംഗ് വേണമെന്ന് പറഞ്ഞു തന്നാൽ എന്റെ സമയം തീർന്നു കേട്ടോ. നമുക്ക് ആ ഒരു 4-5 പേരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർ ചെയ്യാൻ പറ്റില്ല. യെസ്, വരട്ടെ. ഇത്രേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരോ ഇനി അതിൽ കൂടുതൽ തരാൻ പറ്റില്ല കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ വേണ്ട പറഞ്ഞു. നിങ്ങൾ ഇന്ന് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇപ്പോൾ ടൈപ്പ് ചെയ്യാം. ഈ ഗൂഗിൾ പേയിൽ നിങ്ങൾ ഫുൾ പേയ്മെന്റോ അഡ്വാൻസ് പേയ്മെന്റോ അയക്കുക. എന്നിട്ട് അഡ്മിൻ ബന്ധപ്പെടുക, ടൈം ഫിക്സ് ചെയ്യുക. കണ്ടിന്യൂസ് ഏകദേശം ഒരു 4-5 സിറ്റിങ്സ് മിനിമം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിലുണ്ടാവും. ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് സ്പെഷ്യൽ മാനിഫെസ്റ്റ് വേറെ ചെയ്യേണ്ടത്. നിങ്ങൾ പേടിക്കേണ്ട. മണി മാനിഫെസ്റ്റേഷൻ വന്നവരാണ് സാർ ഇത് ഇന്നലെ വേറെ കൊടുത്തു, ഇന്ന് വേറെ കൊടുക്കണ്ട കേട്ടോ. പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ഇത് വേറെ സംഭവമാണ്. പേയ്മെന്റ് അടക്കുന്നവർ എത്രയാണ് അടയ്ക്കുക? അക്കൗണ്ട് നമ്പർ തരാം. അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ അക്കൗണ്ട് നമ്പർ തന്നെ തരാം. അക്കൗണ്ട് നമ്പർ പിന്നെ ഞാൻ ഇതിലയച്ചാൽ വാട്സപ്പിൽ അയച്ചാൽ പറയുന്നത്. ഇവിടെ അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്യാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ. അക്കൗണ്ട് നമ്പർ വാട്സപ്പിൽ ഇത് കൺഫേം ചെയ്യുന്നവർ ഇപ്പം തന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നാളെ കിട്ടില്ല. ബാക്കി പേയ്മെന്റ് അയച്ചാൽ വളരെ കൃത്യമായി സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും വേണം, നിങ്ങൾക്ക് ഓഫർ വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ അഡ്വാൻസ് ചെയ്തതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ക്ലാസ് പറഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ ഈ ഓഫർ ഇനി കിട്ടില്ല. ഇതൊറ്റ ദിവസമേ ഉള്ളൂ. ഇനി അടുത്ത 1 മാസത്തേക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടോ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയില്ല. ഇതൊറ്റ ദിവസത്തേക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. ഇനി ഈ ക്ലാസ് ഞാൻ എടുക്കില്ല. കാരണം ഇത് അത്രയും സ്പിരിച്വലി ആയിട്ട് ഇന്ന് എന്നോട് 6 പേര്
ഇതേ സംഭവം ചോദിച്ചത് കൊണ്ടാണ് ഇന്നിത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് എടുക്കേണ്ട ക്ലാസ്സും അല്ല. ഇത് വളരെ ഡീപ്ലി പോകേണ്ടതാണ്. ഒരു എന്താ പറയുക, സമയമെടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്രയും നിങ്ങൾ ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ചേരാത്തവരോട് പറയാനുള്ള കാര്യം അതാണ്. അറിഞ്ഞവർ ഇത് വരും. അത്രയും പവർഫുൾ ആയിട്ടുള്ള സംഭവമാണിത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുള്ളൂ. ഇനി താല്പര്യമുള്ളവർക്ക് ഒരു ചാൻസും കൂടി തരാം. ഈ സമയം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് അയക്കുക. എന്നിട്ട് അത് 1 ദിറംസോ 100 ദിറംസോ 1000 ദിറംസോ അയച്ചോളൂ. എന്നിട്ട് പറയും എനിക്ക് വേണം, ഞാൻ ബാക്കി അയച്ചതിന് ശേഷം. പക്ഷെ ഫുൾ പേയ്മെന്റ് തന്നതിന് ശേഷം ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. എടുക്കുള്ളൂ. അത് അങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. കാരണം അത് നോർമലി ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംഭവമല്ല, നമ്മൾ ഹീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. റിമൂവ് ഇമ്പ്യൂരിറ്റീസിന് എടുക്കുന്ന സംഭവമാണ്. അത്രയും നമുക്കും അതിൻ്റെതായ ഒരു സ്ട്രെയിൻ ഉണ്ട്. അതിനായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോസസ്സ് നമുക്ക് കടന്നു പോകണം. കുറേ സാധനാക്രിയകൾ നമുക്ക് ചെയ്യണം, കുറേ പ്രാർത്ഥനകൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ. ആർക്കെങ്കിലും ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയട്ടെ. അത്രയും ആൾക്കാരില്ല. എനിബഡി ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. ഈ കിട്ടിയ ചാൻസ് നിങ്ങൾ കളയരുത്. ഇനി നമുക്ക് തിരിച്ച് ക്ലാസ്സിൽ പോകാം അല്ലേ? എനിബഡി വാണ്ട് ടു നോ മോർ? വീണ്ടും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ? എല്ലാവരും സൈലന്റ് ആണ്. ഇതേ സംഭവം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ ആൾക്കാർക്കുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. ഇല്ലെങ്കിൽ ഞാൻ വൈൻഡ് ചെയ്യും ക്ലാസ്. മതിയല്ലേ? സമയമല്ലേ? അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കമന്റും സബ്സ്ക്രൈബും മറക്കരുത്. കാരണം നിങ്ങൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കാണുന്ന സബ്സ്ക്രിപ്ഷൻ കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിന് കിട്ടില്ല. കൂടുതൽ ഇടുന്ന വീഡിയോസ് കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. രാവിലെ 6 മണിക്ക് അത് ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുന്നിട്ട് ലൈവായിട്ട് ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല ദേശത്തു നിന്നുള്ള, ഇപ്പോൾ ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ഇന്ന് വന്നത് എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ നിന്നും, അതുപോലെ തന്നെ നോർവേയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അവർക്ക് ടൈം സോൺ US എന്ന് 2 പേര് പറഞ്ഞു. അവർക്ക് ടൈം സോൺ വ്യത്യാസമാണ്. അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ആ സമയം ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കാണുക. അത് ഇരുന്നിട്ട് ആ സമയത്ത് അതൊരു 5-6 മിനിറ്റ് നേരത്തെയാണ്. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അതുപോലെ ഇരുന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് ആ വീഡിയോസിൽ കിട്ടാൻ നിങ്ങൾ എല്ലാ ദിവസവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് വാട്സപ്പ് ചാനലും കൂടി നിങ്ങൾ കയറുക. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ കിട്ടുന്നത് അതിനകത്താണ്. കൂടുതൽ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വീണ്ടും പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പുതിയ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സഹോദരിമാർ ചോദിച്ച പോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ ഒന്നറിയിക്കുക. അപ്പോൾ ഞാൻ അതുമായിട്ടുള്ള ക്ലാസ്സുമായി മുന്നോട്ട് വരും. അപ്പോൾ എല്ലാവർക്കും അതറിയട്ടെ. കാരണം ഇതെല്ലാം കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ ചിലപ്പോൾ എൻ്റെ വിഷയങ്ങളെ എനിക്കറിയുള്ളൂ. നിങ്ങളെ വിഷയങ്ങൾ എനിക്കറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വിഷയം എന്താണെന്ന് കൂടി കമൻറ്റ് ചെയ്താൽ കൂടുതൽ കൂടെ ഉണ്ടാവും. വാട്സപ്പ് ചാനൽ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ചാനൽ ഗ്രോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കണ്ടൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് വിഷയം വരുന്നത് ഈ മെമ്മറി ഒരു വിഷയം എന്നാണല്ലോ. ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ഈ വാട്സപ്പിന്റെ പുതിയ ഫീച്ചർ വന്നത്, ചാനലാണെങ്കിൽ അത് എത്ര പഴയതോ അവിടെ ഉണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്തതിന് മുമ്പേത്തതൊക്കെ അവിടെ ഉണ്ടാവും. മെമ്മറി നമുക്ക് വലിയ ഇത് ബാധിക്കുന്നില്ല, ബൾജ് ആവുന്നില്ല. ഇത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെയാണ്. ഒരുപാട് മെസ്സേജ് വന്നിട്ട് ആയിരിക്കണം. എൻ്റെയൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 11,800 സംതിങ് അൺറീഡ് മെസ്സേജാണ്. എനിക്കത് റീഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ചാനലിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചാനൽ 2 ചാനലാണ്. നമുക്കൊന്ന് 365 ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ ചാനലും നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ചാനലും 2 ഉണ്ട്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കയറിയിട്ട് ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ചാനൽസ് എല്ലാം നിങ്ങൾക്ക് പതുക്കെ ഔട്ടാക്കാം. ഇത് മുമ്പേ ഇട്ടതൊക്കെ അവിടെ കാണാവുന്നതുകൊണ്ട് ലേറ്റ് ആയിട്ട് ആര് വന്നാലും ഡിലീറ്റ് ആയി പോകില്ല. അതിനകത്ത് അറിയാമായിരിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ നിങ്ങൾ യൂട്യൂബ് അധികം ഉപയോഗിക്കാത്തവർക്ക് ഫേസ്ബുക്ക് പേജ് നോക്കാം, ലിങ്ക്ഡിൻ നോക്കാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്നൊന്നായി സെറ്റായി വരുന്നേ ഉള്ളൂ. സമയമെടുക്കും. അപ്പോൾ ഇത്രയും മതിയല്ലോ അല്ലേ? ഇന്നലെ സമയമായില്ലേ? നമുക്ക് 10 മണി അല്ലേ? ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് എന്താ പറയുക, അടുത്ത ദിവസം കുറച്ചും കൂടി പഠിപ്പിക്കാം. ഓക്കെ, എവരിബഡി റെഡി? നാളത്തെ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യാം അല്ലേ? ഇന്ന് പറഞ്ഞത് കുറച്ചും കൂടി മനസ്സിലാക്കാനുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ എന്താണ് ഈ സോൾ, എന്താണ് ഇന്നർ പീസ്, എന്താണ് ഈ ക്ലാരിറ്റി ഓഫ് പർപ്പസ് എന്നൊക്കെ മനസ്സിലാവാത്ത, ഈ അലൈൻമെന്റ്സ് ഒക്കെ മനസ്സിലാവാത്തവർ ഒന്നുകൂടി യൂട്യൂബ് വീഡിയോ ഒക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ലിമിറ്റഡ് സമയം കൊണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് നമുക്ക് everybody, താങ്ക് യു വെരി മച്ച്. ഞാൻ താങ്ക് യു സർ. സന്തോഷത്തോടു കൂടി താങ്ക് യു.